പ്രൈസ് കാണുമ്പോൾ കുറച്ച് കൂടുതലായോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടോ. അത്രയധികം ഫീച്ചേഴ്സ് മഹീന്ദ്ര ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും ഇവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഫോഗ് ലാമ്പ് വന്നു, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വന്നു, 360 ക്യാമറ വന്നു. ഇനി തീർന്നില്ല, ഇവിടെ ഇത്രയും സോഫ്റ്റ് ടച്ച് നിങ്ങൾക്ക് ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഒരാളും തരുന്നില്ല എന്നുള്ളതാണ്. അത്രയും പൊതുവെ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മോഡൽ ആയതുകൊണ്ട് ഇതിനെ ആയിരിക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ അടുത്ത അപ്ഡേറ്റ് ടാറ്റ കൊടുക്കുമ്പോൾ അവരും ഇതേപോലെ ഇതിനേക്കാൾ ഫീച്ചേഴ്സും കൊടുക്കും, ഇതിനേക്കാൾ വില കുറച്ചിറക്കാനും നോക്കും. ഈ സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ് മഹീന്ദ്ര അവരുടെ 3XO ഇലക്ട്രിക്കിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വീഡിയോ ചെയ്യാനായിട്ട് എറണാകുളത്ത് നമ്മൾ എടുത്ത സമയത്ത് മഴ പെയ്തു, വീഡിയോ നടക്കില്ല എന്ന് വിചാരിച്ചാൽ. പക്ഷേ പുറകിൽ കണ്ടല്ലോ, ഇത്രയും നല്ലൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മഴ പെയ്തത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും ഹാപ്പി നേരിട്ട് കണ്ടതിൽ. മഴ തന്നെയല്ല, ചൂടായിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മഴയും പെയ്ത് നല്ലൊരു മഴവില്ലൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. എന്തായാലും ഐശ്വര്യത്തോടു കൂടി നമ്മുടെ 3XOയുടെ വിശേഷങ്ങൾ പറയാം. നമുക്കൊരു 15,61,000 രൂപയിലെ ഓൺ റോഡ് പ്രൈസിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആകെ 2 വേരിയന്റ് വരുന്നുള്ളൂ. X5 ആണ് ഞാൻ പറഞ്ഞ പ്രൈസ്. ഇനി X7 എല്ലാണ് ടോപ്പ് എൻഡ് വരുന്നത്. 16,79,000 രൂപ ഓൺ റോഡ് പ്രൈസ് കൊടുത്താൽ കേരളത്തിൽ ആ വേരിയന്റ് കിട്ടും. പ്രൈസ് കാണുമ്പോൾ കുറച്ച് കൂടുതലായോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടോ. അത്രയധികം ഫീച്ചേഴ്സ് മഹീന്ദ്ര ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും നോൺ സെൻസ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും ഇല്ല. എല്ലാം നമുക്ക് ഡേ ടു ലൈഫിൽ അത്യാവശ്യമുള്ള ഫീച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി പാക്ക് കാര്യങ്ങൾ ഫുൾ ചാർജിൽ ഏകദേശം 285 കിലോമീറ്റർ റിയൽ ലൈഫിൽ ഓടാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലെയിം ചെയ്ത 350 ആണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ബ്രാൻഡ് ഇത്തരത്തിൽ റിയൽ ലൈഫിൽ കിട്ടുന്ന ഒരു ഫിഗറും വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം വീഡിയോയിലോ ബാക്കിയുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞ ആ ഫിഗർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത്തരത്തിലാണ് നമ്മുടെ മഹീന്ദ്ര 3XOനെ മഹീന്ദ്ര അവതരിപ്പിച്ചുള്ളത്. നോർമൽ 3XOയിൽ നിന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല കേട്ടോ. അതായത് നമുക്ക് പെട്രോളായും ഡീസലായും കിട്ടുന്ന അതേ 3XOയുടെ ഒരു ലുക്ക്, കാര്യങ്ങൾ, ബേസിക് ഘടന മൊത്തം അത് തന്നെയാണ്. അതിനെ ഇലക്ട്രിക് ആക്കിയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ടാറ്റ നെക്സോണിൽ വന്നതുപോലെ നെക്സോൺ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് ടാറ്റ പഞ്ച് ബോൺ ഇലക്ട്രിക് ആയി, അതായത് ഇലക്ട്രിക്കിന് വേണ്ടി മാത്രം വന്നുള്ളൊരു ഷാസിയോട് കൂടിയും അത് ഡിസൈനോട് കൂടിയിട്ടും വന്നൊരു മോഡലാണ്. അതിൻ്റെ പെട്രോൾ വേരിയൻ്റ് ആണെങ്കിൽ വേറെ തന്നെ ഒരു മോഡൽ. അത്തരത്തിൽ ഇലക്ട്രിക്കിനും നോർമൽ പെട്രോൾ ഡീസലും സെപ്പറേറ്റ് രീതിയിലാണ് വന്നിരുന്നെങ്കിൽ നെക്സോൺ അങ്ങനെയല്ല. നമുക്ക് പെട്രോളും ഡീസലായിട്ട് കിട്ടുന്ന അതേ നെക്സോണിനെ EV ആക്കി മാറ്റേണ്ടായിരുന്നു. അതേ പാറ്റേണിൽ തന്നെയാണ് നമുക്ക് മഹീന്ദ്ര 3XOയും വന്നിട്ടുള്ളത്. ഈ സെയിം വണ്ടിയാണ് നമുക്ക് ഡീസലായിട്ടും പെട്രോളായിട്ടും കിട്ടുന്നത്. ലുക്കിലുള്ള ആകെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ലോഗോയുടെ അവിടെയും അതുപോലെ റിയറിലും ഇൻറ്റീരിയറിലൊക്കെ ഇത്തരത്തിലൊരു ബ്രോൺസ് ഹൈലൈറ്റ്സ് വന്നു എന്നുള്ളത് മാത്രമാണ്. ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സാണ് സ്പെഷ്യലായിട്ട് വേരിയന്റിൽ വരുന്നത് വിശദമായിട്ടും നോക്കാം. സോ മുന്നിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഫീച്ചർ ലോഡാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും. LED DRL വരുന്നുണ്ട്, അതുപോലെ തന്നെ LED ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ വേരിയന്റിലും ഉണ്ടായിരിക്കും. ഈ കാണുന്നത് LED ഫോഗ് ലാമ്പ് യൂണിറ്റ് ആണ്. ഇത് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുള്ളൂ. നമ്മുടെ X5ഉം X7 എല്ലാം തമ്മിൽ ആകെ പ്രൈസ് റേഞ്ച് 1,10,000 രൂപയാണ് വ്യത്യാസം. പക്ഷേ ഫീച്ചേഴ്സ് നോക്കിയാൽ ഒരു 1.5 ലക്ഷത്തിന് പുറത്തായിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് ഏതെടുക്കണം എന്നുള്ള കോസ്റ്റ് രണ്ടും നല്ല വേരിയൻസ് ആണ്. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ടോപ്പ് എൻഡ് തന്നെ എടുക്കാം എന്ന് പറയാം. ഇതിൽ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കൂടി വരും. അത് നമുക്ക് X5 ഇല്ലാത്ത ഫീച്ചറാണ്. അതുപോലെ 360 ക്യാമറ ആഡായി വരുന്നുണ്ട്. അതും നമ്മുടെ X5 ഇല്ലാത്ത ഫീച്ചർ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഫോഗ് ലാമ്പ് വന്നു, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വന്നു, 360 ക്യാമറ വന്നു. ഇനി തീർന്നില്ല, അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു വേരിയന്റ് പ്രത്യേകതയാണ് എന്ന് പറയാം. അപ്പോൾ ഒരുപാട് 1,10,000 കൊടുക്കുമ്പോൾ പുറത്തായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇത്രയും സാധനങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇനി വർഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയർ സൈസിൽ മാറ്റം വരുന്നുണ്ട്. ഇത് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് 17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് കാണുന്നത്. 215 55 പ്രൊഫൈലുള്ള 17 ഇഞ്ച് ഒരു ഡുവൽ ടോൺ അലോയ്സ് ആണ്. X5 നമുക്ക് 16 ഇഞ്ചായിരിക്കും വീല് എന്നുള്ളതാണ്. സോ 1,10,000 പുറത്തായിട്ടുള്ള സാധനം അവിടെ ആഡായി വന്നിട്ടുണ്ട് എന്ന് പറയാം. OR നമുക്ക് ബോഡി കളർ വന്നിട്ടുണ്ട്. അതിലും 360 ക്യാമറ കാണാം. നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫോൾഡ് എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ആണ്. അസിസ്റ്റീവ് ടച്ച് കാണാൻ സാധിക്കും. കാരണം സ്മാർട്ട് കീ, നമുക്ക് പുഷ് ബട്ടൺ, സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം വരുന്നതുകൊണ്ട് തന്നെ കീ പോക്കറ്റിലിട്ടാൽ മതി. സുഖമായിട്ട് വണ്ടിയുടെ അടുത്ത് വരുന്ന ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ അൺലോക്ക് ആവുമെന്നുള്ളതാണ്. 4 വീലും ഡിസ്ക് ബ്രേക്കുകൾ വന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് 4 വീലിലും സ്റ്റോപ്പിംഗ് പവറിന് വേണ്ടിയിട്ട് ഡിസ്ക് ബ്രേക്സ് നൽകിയിട്ടുണ്ട്. റൂഫ് റെയിൽസ് കാണാം. നമുക്ക് ഇപ്പോൾ കാണുന്നത് ഒരു പാനറോമിക് സൺറൂഫ് ആണ്. ഇത് ടോപ്പ് എൻഡിലാണ് ലഭിക്കുക. X5 എടുക്കുന്നവർക്ക് ഒരു നോർമൽ സൺറൂഫ് ലഭിക്കുന്നുണ്ട്. ഒന്നും കൊടുക്കാതെ വിട്ടിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അതും അടിപൊളിയായിട്ടുണ്ട്. സോ മഹീന്ദ്രയ്ക്ക് ഒരു ലേക്ക് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രൈസ് കേട്ടിട്ട് അയ്യോ ഇത്തിരി കൂടിയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട. അതിനനുസരിച്ചുള്ള സാധനം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഡിഫോഗർ കാണാം, വൈപ്പർ കാണാം, ഷാർക്ക് ഫിൻ ആൻറ്റിന, സ്പോയിലർ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട്. LED ടൈൽ ലാമ്പ് യൂണിറ്റ് ആണെങ്കിൽ കണക്റ്റിംഗ് ടൈപ്പ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബ്രോൺസ് ഹൈലൈറ്റ്സ് വേരിയൻറ്റിൽ എഴുതിയതും 3XO എന്ന് എഴുതിയതും ലോഗോ എഴുതിയതും എല്ലാം നമുക്ക് ബമ്പറിൻ്റെ ഒരു ഗാർണിഷ് എല്ലാം നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു ബ്രോൺസ് ഹൈലൈറ്റ്സിലാണ്. അതുപോലെ സിൽവർ കളർ നമ്മുടെ ബമ്പറിൻ്റെ അടിയിലായിട്ട് കാണാം. ഇതാണ് റിയർ വ്യൂ ക്യാമറ. റിയർ വ്യൂ ക്യാമറ നമുക്ക് X5 അത് മാത്രമായിട്ട് കിട്ടും. നമ്മളിപ്പോൾ കാണുന്ന ടോപ്പിൻ്റെ ആയതുകൊണ്ട് അത് 360 ക്യാമറയുടെ ഫംഗ്ഷനാണ് ചെയ്യുക എന്ന് പറയാം. ഇപ്പോൾ ഇതാണ് ഓവറോൾ എക്സ്റ്റീരിയർ ലുക്ക്. നിങ്ങൾക്ക് പെട്രോൾ ഡീസൽ വാഹനത്തിനും ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഒരു മാറ്റവും നമുക്ക് പറയാനില്ല. ബ്രോൺസ് കളർ ഒഴിച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഉള്ളിൽ കയറുകയാണെങ്കിൽ ഫുൾ ഒരു ബീജും ബ്ലാക്കിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ്. അതിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്തൊക്കെ വീണ്ടും ഒരു
ബ്രോൺസ് കളർ വന്നു എന്നുള്ളത് വെച്ചാൽ വേറെ അവിടെ ചേഞ്ചസ് ഒന്നുമില്ല. ആംബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു സോഫ്റ്റ് ടച്ച് പാഡിംഗ് ഉണ്ട്, ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ വന്നിട്ടുണ്ട്. ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ ഒരു ക്രോം ടച്ച് വന്നിട്ടുണ്ട്. സ്പീക്കേഴ്സൊക്കെ നമുക്കിത് സ്പീക്കർ നെറ്റ് മാത്രമല്ല കേട്ടോ, കവർ മാത്രമല്ല, സ്പീക്കർ നമുക്ക് വരുന്നുണ്ട്. ഫുൾ ലെതർ സീറ്റാണ് 2 വേരിയൻറ്റിലും വന്നിട്ടുള്ളത്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ആംബ്രസ്റ്റ് ഇതൊക്കെ നമുക്ക് 2 വേരിയൻറ്റിലും കിട്ടുന്നുണ്ട്. സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയർന്നൊരു പ്ലാറ്റ്ഫോം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തൈ സപ്പോർട്ട് ഒരു പൊടിക്ക് കുറവായിട്ട് ഫീൽ ചെയ്യും. ബാക്കി ലെഗ് റൂം, നീ റൂം, അതുപോലെ തന്നെ ഹെഡ് റൂം എല്ലാം അടിപൊളിയാണ്. നമുക്ക് പാനോറമിക് റൂഫ് വന്നിട്ട് പോലും ഹെഡ് റൂം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുപോലെ മാപ്പ് ലാമ്പ് ഇത് LED ആണ് നൽകിയിട്ടുള്ളത്. റിയറിലേക്ക് AC വെൻറ്റും അതുപോലെ ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ടും നൽകിയിട്ടുണ്ട്. 12 വോൾട്ടിൻ ചാർജ് സോക്കറ്റ് അതിന് താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഫീച്ചേഴ്സ് ഇവിടെയും റിച്ച് ആണ്. അതുപോലെ തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ ഭാഗങ്ങളിലും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ പുറകിലിരിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് പറയാം. ആ രൂപത്തിലാണ് നമ്മുടെ റിയർ സീറ്റിലും ഒരു കുറവുമില്ല. നമ്മൾ ഒന്നും ഇനി ഇതിൽ ആവശ്യപ്പെടാനില്ല എന്നുള്ളൊരു പറയാവുന്ന രൂപത്തിലാണുള്ളത്. ഡ്രൈവർ സൈഡ് നോക്കിയാലും അതുപോലെ തന്നെയാണ്. എക്സ്ട്രാ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൂടുതൽ വന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ വന്നു. അതുപോലെ പവർ വിൻഡോ ലോക്ക്, സെൻട്രൽ ലോക്കിങ്ങിൻ്റെ, അതുപോലെ ORM ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും ഫോൾഡും വന്നു എന്നുള്ളത്, അതിൻ്റെ കൺട്രോൾസ് ഒക്കെ വന്നു എന്നുള്ളത് മാത്രമാണ്. ഇനി ഡ്രൈവർ സൈഡ് നോക്കിയാൽ നമുക്ക് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രണ്ട് പാർക്ക് സെൻസർ ഓൺ ഓഫ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ എന്നീ ഹെഡ്ലൈറ്റ് ലെവലർ അതിൻ്റെയൊക്കെ കൺട്രോൾസ് കാണാം. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ. നമുക്കൊരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. അതിൽ ഇവിടെ നമ്മുടെ MIDയുടെ കൺട്രോൾസ് ആണ്. ഇത് പ്രസ് ചെയ്താലും ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കിത് ഇവിടെ അറിയാനുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് നിരവധി ഇൻഫർമേഷൻസ് അറിയാം. വെഹിക്കിൾ ഇൻഫോ അത് ഒരു ലോഡാണ്. കാരണം 14.5 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്, ടച്ചല്ല, 14.5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതുകൂടാതെ സെയിം സൈസിലുള്ള 14.5 ഇഞ്ചിൻ്റെ MID വരുന്നുണ്ട്. ടയർ ഡയറക്ഷൻ വരെ നമുക്കിത് അതിലറിയാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഇവിടെ നമ്മുടെ MIDയുടെ കൺട്രോൾസും ക്രൂസ് കൺട്രോളോ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മീഡിയയുടെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത്. എഗെയിൻ ഇവിടുത്തെ ലോഗോയും നമുക്ക് ആ ഒരു ബ്രോൺസ് കളർ കാണാം. ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രീമിയം ഫീൽ, ഗ്ലോസി ബ്ലാക്കും ആ ഒരു ലോഗോക്ക് ചുറ്റുള്ള ബ്ലൂ കളറും ബ്രോൺസ് കളറും കൂടിയിട്ട് അത്യാവശ്യം പ്രീമിയം ഫീൽ തോന്നുന്നുണ്ട് എന്ന് പറയാം. ഇവിടെയാണ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോമാറ്റിക് വൈപ്പറും വരുന്നുണ്ട്. 14.5 ഇഞ്ചിൻ്റെ ഈ ഒരു MID ടോപ്പ് ക്ലാസ് ആണ്. അതിനൊരു ലൈക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇത്രയും സോഫ്റ്റ് ടച്ച് നിങ്ങൾക്ക് ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ഒരാളും തരുന്നില്ല എന്നുള്ളതാണ്. അത്രയും പ്രീമിയം ഫീൽ നിങ്ങൾക്ക് ഈ വാഹനത്തിലല്ലാതെ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു SUVയിലും കിട്ടുന്നില്ല. കിഡിലനായിട്ടുണ്ട് മഹീന്ദ്ര. അഗൈൻ 14.5 ഇഞ്ചിൻ്റെ സ്ക്രീനിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വരുന്നുണ്ട്. അതുപോലെ വെഹിക്കിൾ ഡ്രൈവ് സ്റ്റാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതും ഭയങ്കര സ്ലിക്കാണ്. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കണ്ടോ, ഭയങ്കര കംഫർട്ടാണ് കണ്ടോ. ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം സർപ്രൈസ്ഡ് ആയത് ഇത്രയും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കിട്ടിയതിൻ്റെ കാര്യത്തിൽ. ഇനി ടച്ച് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഇലക്ട്രിക്കൽ എല്ലാവരും ടച്ചിലേക്ക് എല്ലാം സ്ക്രീനിൽ ഒതുക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ കൺട്രോൾസ് നമുക്കിത് ഫിസിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോം ബട്ടൺ, മ്യൂസിക്, അതുപോലെ ഫോണ് വോളിയം കൺട്രോളിന് നമുക്ക് ഫിസിക്കൽ ബട്ടൺ, പിന്നെ മൊത്തം സ്ക്രീൻ ഓഫ് ചെയ്യാം, റേഡിയോക്ക് ഷോർട്ട് കട്ട്, സെറ്റിങ്സ്, അതുപോലെ 360 ക്യാമറക്ക് ഷോർട്ട് കട്ട്, അങ്ങനെ എല്ലാത്തിനും ഷോർട്ട് കട്ട് കീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ലൈക്ക് കൊടുക്കുകയാണ്. താഴേക്ക് വന്നാൽ AC വെൻറ്റ് കാണാം. ഇവിടെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ്, ഡീഫോഗർ, ഡ്രൈ മോഡ്സിൻ്റെ കൺട്രോളാണ്. ഡ്രൈ മോഡ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മീറ്ററിൽ അറിയാനായിട്ട് പറ്റും. ഫിയർലെസ്, ഫണ്ണ്, ഫാസ്റ്റ് എന്നിങ്ങനെയുള്ള 3 മോഡ്സ് വരുന്നുണ്ട്. അവിടെ താഴേക്ക് വന്നാൽ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഈ 2 സൈഡിലേക്ക് സെപ്പറേറ്റ് ടെമ്പറേച്ചറും ഈ 2 സൈഡിലേക്ക് സെപ്പറേറ്റ് ടെമ്പറേച്ചർ എന്നിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി 2 സൈഡിലേക്കും ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ ആ രൂപത്തിന് സെറ്റ് ചെയ്യാം. 2 സൈഡിലേക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഈ ഒരു ഡുവൽ പ്രസ് ചെയ്താലും അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതിനും ഫിസിക്കൽ കൺട്രോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. ഒരു USB ചാർജിംഗ് പോർട്ടും ഒരു C ടൈപ്പ് ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിംഗ് പാഡ് ഇതൊക്കെ കൂടാതെ വേറെയും വരുന്നുണ്ട്. ഡ്രൈവ് സെലക്ടറും നൈസാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നീ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പാർക്ക് നമ്മൾ ജസ്റ്റ് ഇവിടെ ബട്ടൺ പ്രസ് ചെയ്യുന്നാൽ മതി. ഓരോ തവണ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് ലോക്ക് പിടിച്ചിട്ട് വേണം ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഡ്രൈവ്, ന്യൂട്രൽ, അതായത് ഇവിടെ പ്രസ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. നമുക്കൊരു എന്താ പറയുക, കുറച്ചുകൂടി കോൺഫിഡൻസ് അത് തരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടി വന്നിട്ടുണ്ട്. ചെറിയ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ സ്മാർട്ട് കീ വന്നിട്ടുള്ളത്. നൈസാണ്. ക്യാമറയുടെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി കേട്ടോ. ഇത് നോക്കിയാൽ നിങ്ങൾ എന്ത് രസമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഓപ്ഷൻസ് കുറവാണ്. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ആണെന്നുണ്ടെങ്കിലും അതിൽ 360 നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, ഒരുപാട് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഡ്രൈവർക്ക് ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് ഏരിയ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ലൈറ്റോട് കൂടിയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ്, ഓട്ടോ ഡിമിങ് IRM, പിന്നെ നമുക്ക് മാപ്പ് ലാമ്പ്, അതും വൈറ്റ് പ്രകാശത്തോടു കൂടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാനോറമിക് സൺറൂഫ് X7L മാത്രമേ നമുക്ക് ഈ ഒരു സൺറൂഫ് ലഭിക്കുകയുള്ളൂ. പാനോറമിക് റൂഫ് ലഭിക്കുക. X5 നമുക്കൊരു നോർമൽ ഇതുവരെയുള്ള സൺറൂഫും ലഭിക്കും.
ഫുൾ ചാർജ് 285 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇതിന് നൽകിയിട്ടുള്ളത് നമ്മുടെ XUV 400 എന്ന് പറഞ്ഞൊരു മോഡൽ, ഇലക്ട്രിക് മോഡൽ ഉണ്ടായിരുന്നു. അതായത് ഒരു മാസ് പ്രൊഡക്ഷനിൽ മഹീന്ദ്രക്ക് ആദ്യമായിട്ട് വന്നൊരു മോഡലാണ്. നമ്മൾ ഈ അടുത്തൊരു 2 കൊല്ലം 3 കൊല്ലം മുമ്പൊക്കെ ഏറ്റവും പോപ്പുലറായി എന്നുള്ളൊരു മോഡലാണെന്ന് പറയാം. അതിലുപയോഗിച്ച അതേ ബാറ്ററി പാക്ക് തന്നെയാണ് XUV 3X ഇലക്ട്രിക്കിലും കമ്പനി നൽകിയിട്ടുള്ളത്. 39.4 kWh ഒരു ബാറ്ററി പാക്കാണ്. അതിലാണ് നമുക്ക് 350 ക്ലെയിം ചെയ്തിട്ട് 285 റിയൽ ലൈഫിൽ ഓടാൻ പറ്റുന്ന ഒരു ചാർജ് അല്ലെങ്കിൽ റേഞ്ചൊക്കെ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് ബാറ്ററിക്ക് വരുന്ന വാറൻറ്റ്. 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്ററാണ് വെഹിക്കിളിന് വരുന്ന ഒരു വാറൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നിലവിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും. വയലാട്ട് മഹീന്ദ്രയിൽ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 15 ലക്ഷത്തിന് നമുക്ക് സാധാരണ ഞാൻ പറഞ്ഞ നെക്സോൺ അതുപോലെ പഞ്ച് അതിന് സെഗ്മെൻറ്റ് താഴെയാണെങ്കിലും പ്രൈസ് അത് വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത്തരം മോഡൽസൊക്കെയാണ് നമുക്ക് പോപ്പുലർ ആയിട്ട് എടുക്കാനുള്ളത്. പിന്നെ വിൻസർ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിനും മുകളിൽ നമുക്ക് പോപ്പുലറായിട്ട് പറയാനുള്ള മറ്റൊരു മോഡൽ. പക്ഷേ അത് ഈ സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതൊരു 4 മീറ്ററിൽ അധികം നീളം വരുന്നൊരു വാഹനമാണ്. 4280 മില്ലിമീറ്ററിന് അടുത്തൊക്കെ നമുക്ക് ലെങ്ത് വരുന്നുണ്ട്. സോ കുറച്ചുകൂടി വലിയ വാഹനമാണ്. നമ്മുടെ ഒരു XUV 400 അല്ലെങ്കിൽ ക്രെറ്റ സെൽട്ടോസ് ഒക്കെ പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവാനായിട്ട് പറയുകയാണ്. ആ ഒരു സെഗ്മെൻറ്റ് വരുന്നൊരു വാഹനമാണ്, സൈസ് വരുന്നൊരു വാഹനമാണ്. ഇത് പറഞ്ഞാൽ 4 മീറ്ററിനകത്ത് വരുന്നൊരു വാഹനമാണ്. നമുക്ക് വെന്യൂ, സോണറ്റ് പോലെയുള്ള വാഹനങ്ങളുടെ ഒരു കാറ്റഗറിയാണ് വരിക. പക്ഷേ നമുക്ക് ഏകദേശം ഇതേ ബാറ്ററി പാക്കും ഏകദേശം ഇതേ റേഞ്ചും തരുന്ന വാഹനമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് വില കുറവ് വരുന്നത് 3X ഇലക്ട്രിക്കിനാണ്. നെക്സോൺ വെച്ച് നോക്കുമ്പോൾ വില കുറവ് വരുന്നത് 3X ഇലക്ട്രിക്കിനാണ്. ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വരുന്നത് 3X ഇലക്ട്രിക്കിനാണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് പൊതുവെ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മോഡലായതുകൊണ്ട് ഇതിനെ ആയിരിക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവുക. നെക്സോണിന് അടുത്ത അപ്ഡേറ്റ് ടാറ്റ കൊടുക്കുമ്പോൾ അവരും ഇതേപോലെ ഇതിനേക്കാൾ ഫീച്ചേഴ്സും കൊടുക്കും, ഇതിനേക്കാൾ വില കുറച്ചിറക്കാനും നോക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വന്നിട്ടുള്ളത്. എന്തായാലും അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഹെൽത്തി ആയിട്ടുള്ളത് നടക്കട്ടെ. എന്നാലാണ് നമ്മളിപ്പോൾ ഉള്ളവർക്ക് നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വാഹനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ ഇത്തരം വാഹനങ്ങളാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് 3X ഇലക്ട്രിക് നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം ഒരു പ്രീമിയം ഫീൽ ഉണ്ട്, നല്ല പെർഫോമൻസ് തരുന്നുണ്ട്, അതുപോലെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫീച്ചേഴ്സും തരുന്നുണ്ട്. പെർഫോമൻസ് പറഞ്ഞപ്പോൾ പവർ ഫിഗേഴ്സ് ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ട് ഒരു 150 PS 310 Nm ടോർക്കാണ് ഈ ഒരു ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്നൊക്കെ പറഞ്ഞാൽ കാല് കൊടുത്താൽ പറക്കുന്ന ഫീലിംഗ് കിട്ടും. ഒരു സംശയം വേണ്ട. അതിനാ ഫിയർലെസ് മോഡൊക്കെ ഉപയോഗിച്ചാൽ മതി, വേറെ ലെവൽ ഫീൽ ആയിരിക്കും. അപ്പോൾ എന്തായാലും ആരെങ്കിലും ബഡ്ജറ്റിൽ ഇലക്ട്രിക് വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹീന്ദ്ര ഷോറൂമിൽ പോവുക, 3X ഇലക്ട്രിക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, എന്നിട്ടൊരു തീരുമാനത്തിലെത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.